ശരിക്കും പല കമ്പനികൾക്കും ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ വീഡിയോസ് നിർബന്ധമാണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചോദിക്കാറുള്ളത് ബ്രാൻഡുകളോട് ഈ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്ന ടെസ്റ്റിമോണിയൽസിനാണ്. ഇപ്പൊ ബ്രാൻഡുകൾക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ടെസ്റ്റിമോണിയൽസ് ചോദിക്കാനാ. കസ്റ്റമറെ വിളിക്കാൻ പറ്റുമോ, അവരോട് ചോദിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാണ്. ഷെജീർക്കാരുടെ കാര്യത്തിലും അറ്റ്ലസിന്റെ കാര്യത്തിലും ടെസ്റ്റിമോണിയലിന് പഞ്ഞമേ ഇല്ല നമുക്ക്. കാരണം ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ സാറിനെ വിളിച്ചോലെ ഹലോ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ പറ്റണമെങ്കിൽ അതിനൊരു ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഷെജീർക്കൊക്കെ ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആവില്ല, കുറച്ചുപേര് ഹാപ്പി ആവും. അതെങ്ങനെ കീപ്പ് ചെയ്യണേ, ആ ഒരു ജേർണി എങ്ങനെയാ? ഇതില് ബിലാലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡ് വരുമ്പം ഇപ്പം നമ്മൾ വരുന്ന ഫ്രണ്ടാവും, റിലേറ്റീവ് ആവും എന്ന് പറയും. ഫസ്റ്റ് ലീഡായിട്ട് വരും, പിന്നെ നമ്മുടെ ഫ്രണ്ട് ആവും, കഴിഞ്ഞ് കഴിയുമ്പോൾ റിലേറ്റീവ്. ഞങ്ങൾ അടിച്ച് പിരിയൂല. കാരണം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്താണോ കമ്മിറ്റ് ചെയ്യണം അതേ കമ്മിറ്റ് ചെയ്യും. എല്ലാം നമ്മളൊരു ഫേക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു വർക്ക് എടുക്കുന്നില്ല. ഫസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചിലവർ വിളിച്ചിട്ട് പറയും ഒരു കൊട്ടേഷൻ തരാൻ നമ്മൾ കൊടുക്കൂല, പ്രൈസ് എത്ര നമ്മൾ പറയില്ല. കാരണം അതല്ല ഇപ്പൊ എന്റെ സ്വപ്നമല്ല ബിലാലിന്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ആയിട്ട് സംസാരിച്ച് ആ ക്ലയന്റിന്റെ കൺസെപ്റ്റ് അറിയണം. ഇപ്പൊ ചിലവർക്ക് അറിയാം ഒരു മീഡിയം സൈസ് ലെവലിൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ഡ്രീം. അപ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ ഇതിന് അങ്ങനെ നമുക്ക് ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലർക്ക് ഹൈ എൻഡ് പ്രീമിയം ചെയ്യണം, അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല ഞങ്ങൾക്കൊരു കിച്ചൺ മാത്രമാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം, അതും നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ ഏരിയക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ശരി, ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഞാൻ പറഞ്ഞ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടാണ് ആഫ്റ്റർ സർവീസ്. ഈ ആദ്യത്തെ പ്രോസസ്സ്, അതായത് ഡിസൈനിങ് എല്ലാവർക്കും ചെയ്യാം, മാനുഫാക്ചറിങ്ങും പലയിടത്തും എടുത്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഇൻ ഹൗസ് ആണെന്നുള്ളൂ. പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യാം. ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞ സാധനം, ഇതിലാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ആ കോൺഫിഡൻസ്. ഏത് കസ്റ്റമറെയും വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീം അവിടെ പോയിട്ടുണ്ടാവും, ഒരിക്കലും ഒരാളെയും അൺഅറ്റൻഡ് ആയിട്ട് എടുക്കൂല. മനസ്സിലായി. ആ മെയിൻ്റനൻസും ആഫ്റ്റർ സർവീസും അല്ലേ? ആഫ്റ്റർ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു വിങ്ങേ നമുക്കുണ്ട്, അറ്റ്ലസ് കാർഡ് എന്ന് പറഞ്ഞു. ഇവര് ഫ്രീക്വന്റ്ലി ക്ലയന്റിന് അങ്ങോട്ടാ വണ്ടി കാണലുണ്ട്. ഇപ്പൊ കൊച്ചിയില് ഞാനിങ്ങനെ വന്നു കഴിയുമ്പോ എല്ലാ ദിവസവും കാണാം നമ്മുടെ വണ്ടി പോണത്. അപ്പൊ ലൈവാന്നറിയാം. അപ്പോ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടാ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ ഇളകി അങ്ങനെയും കോള് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി അങ്ങോട്ട് വിളിച്ചിട്ട് സുഖമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ ഒരു ചെറിയൊരു സ്ക്രൂ ഇളകിയുണ്ട് മോനെ, ഒന്ന് ചിലപ്പോൾ ഈ വഴി വരുമ്പോൾ കയറിയാൽ മതി. ആ വഴി വരും, അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇളകി വന്ന് ഗ്ലാസ് ഡോർ, ഷട്ടേഴ്സ്, ചിലപ്പോൾ എന്തെങ്കിലും ഹിഞ്ചസിൻ്റെ ഒക്കെ ഇളക്കൊക്കെ വന്ന് നമ്മൾ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് അത് ക്ലിയർ ചെയ്തു. അതുകൊണ്ടാണ് ബിലാലി നേരത്തെ ചോദിച്ചത് എങ്ങനെയൊക്കെ ഇത്രയും കോൺഫിഡൻസ്. ഞാനിപ്പോൾ ആരെ വേണമെങ്കിലും ബിലാലി എൻ്റെ സ്കോൾ എടുത്തിട്ട് ക്ലയന്റ് വിളിക്കാൻ റെഡിയാണ്. കാരണം ടെസ്റ്റിമോണിയൽ ഷൂട്ടിന് ഇപ്പോൾ ഇവര് ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ടെസ്റ്റിമോണിയൽ ഷൂട്ട് എപ്പോഴും ഷെഡ്യൂളാ, കുഴപ്പമില്ല. വീഡിയോസിന് നമുക്ക് പഞ്ഞമില്ല. അവിടെ തന്നെയാണ് ഈ വീഡിയോസിന്റെ കാര്യം. പോസ്റ്റേഴ്സിന്റെ ചെലവല്ല ഒരിക്കലും വീഡിയോ എടുക്കാൻ. ഇതൊരു ചെലവുള്ള പരിപാടിയാണ്, കുറച്ച് ചെലവ് എന്തായാലും ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്നെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ തോന്നിയത്? ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എന്നുള്ളത് ഇപ്പൊ മറ്റേ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് എലിക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മൾ എന്താന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാല്ലേ അറിയുള്ളൂ. ഇപ്പൊ പല സമയത്തും നിങ്ങളെടുത്ത് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മാർക്കറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ്, എക്സിബിഷൻസ്, എക്സ്പോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ എക്സ്പോ കണ്ടിട്ടുണ്ടോ ശരിക്കും ഷോറൂം ഈ ഒരു ഷോറൂം അവിടെ കൊണ്ടുപോയി. അപ്പൊ നമുക്കായിട്ട് ഹ്യൂജ് എഫേർട്ട്, നമ്മുടെ ടീം വർക്ക് ചെയ്യണം. പിന്നെ എക്സ്പോന്റെ സമയം, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിച്ചാലേ കാര്യമുള്ളൂ. അല്ല ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും എനിക്ക് കൊടുക്കാനും മടിയാണ്, അല്ല എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. മാർക്കറ്റിംഗ് ആണ് അൾട്ടിമേറ്റ്. അവിടെ നമ്മളൊരു തുടക്കം ഇടുകയാണ്. ആ തുടങ്ങി അവിടെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ആ കസ്റ്റമർ ഇവിടെ വരുമ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ബിസിനസ് നടന്നു. ബിസിനസ് ശരിക്കും അത്രേ ഉള്ളൂ. ആ നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വീണ്ടും പുതിയ ആൾക്കാരെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്.